ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എഡ്ജ് മെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ സെൻട്രൽ ലെവൽ എക്സാമിനേഷൻസ് ആയ SSC, RRB, അതുപോലെ തന്നെ ബാങ്ക് PO, ബാങ്ക് ക്ലർക്ക് തുടങ്ങിയ പരീക്ഷകൾക്ക് ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ ഒരു എക്സ്ട്രാ എഡ്ജോട് കൂടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോളൂ. അതാണ് നമ്മൾ ഇവിടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ടുള്ള സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അതിന്റെ റെസിപ്രോക്കൽസ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാനിവിടെ ടോപ്പിലായിട്ട് കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആംഗിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഈ ട്രിഗണോമെട്രി നമുക്ക് വ്യക്തമായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സർട്ടൺ ആംഗിൾസ് ഉണ്ട്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ്, സേ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി, ഇങ്ങനെയുള്ള ഈ വാല്യൂസ് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എക്സാമിന് അത് ഫലവത്തായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആംഗിൾസുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മുടെ ബേസിക് ആംഗിൾസിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 0 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ 30 ഡിഗ്രി, അതുപോലെ 45 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, 90 ഡിഗ്രി. മതി, ഇത്രയും മതി. ഈ ഒരു 5 ആംഗിളുകളിലെ വാല്യൂസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് സൈൻ തീറ്റ മാത്രം ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ കാണാനായിട്ട് ചോദിച്ചാൽ ഇത് പഠിക്കണം കേട്ടോ. ഇത് പഠിക്കണമെന്നല്ല, ഇതിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഫിംഗർ ടിപ്സിൽ വേണം. കാര്യം ട്രിഗണോമെട്രി ആദ്യാവസാനത്തോളം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിവേ, സൈൻ തീറ്റ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ ബാക്കി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. സൈൻ 0യുടെ വാല്യൂ എത്രയാണെന്ന് ഓർക്കുക, 0 ആണ്. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്, 1/2. സൈൻ 45 ആണെങ്കിലോ 1/√2 ആണ്. ഇനി സൈൻ 60 ആണെങ്കിലോ √3/2 ആണ്. അതേപോലെ തന്നെ സൈൻ 90 ആണെങ്കിൽ 1 ആണ്. മതി, ഇത്രയും മതി. സൈൻ തീറ്റ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ വാല്യൂസിലേക്കും നമുക്ക് വരാം. ഇനി ശ്രദ്ധിക്കുക, കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ സൈൻ തീറ്റ ജസ്റ്റ് ഫ്ലിപ്പ് എഴുതിയ പോലെയാണ്. അതായത് സൈൻ തീറ്റ ഡിസെൻഡിങ് ഓർഡറിൽ അങ്ങ് എഴുതി കഴിഞ്ഞാൽ കോസ് തീറ്റ, അതായത് കോസ് 0യുടെ വാല്യൂ 1 ആയിരിക്കും. കോസ് 30യുടെ വാല്യൂ പിന്നെ അടുത്ത് വരുന്ന √3/2 ആയിരിക്കും. ഇനി കോസ് 45ന്റെ വാല്യൂ 1/√2 ആയിരിക്കും. ഇനി കോസ് 60 എന്ന് പറയുമ്പോൾ അടുത്ത സംഖ്യ 1/2 ആയിരിക്കും. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ സൈൻ തീറ്റ മാത്രം പഠിച്ചാൽ മതി. സൈൻ തീറ്റയെ ജസ്റ്റ് തലതിരിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തായി? കോസ് തീറ്റയായി. ഇനി ശ്രദ്ധിക്കുക, അടുത്ത പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക, ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന്റെ റിലേഷൻ പഠിച്ചിട്ടുണ്ടായി. സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ടാൻ തീറ്റ, അല്ലെ? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. അപ്പൊ ഇതിൽ ആദ്യത്തെ വാല്യൂവിനെ രണ്ടാമത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ കിട്ടും. അപ്പൊ ടാൻ 0യുടെ കാര്യം പറയുകയാണെങ്കിൽ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ 0/1, ആൻസർ എത്ര വരും? 0. അതുപോലെ തന്നെ ടാൻ 30 1/2 ഡിവൈഡഡ് ബൈ √3/2 എത്ര വരും? 1/√3 വരും. ഇനി ടാൻ 45 വെരി വെരി ഇമ്പോർട്ടന്റ് ഓർക്കുക, 1/√2 ഡിവൈഡഡ് ബൈ 1/√2 ആൻസർ എത്ര വരും? 1. ഇനി ടാൻ 60 ആണെങ്കിൽ √3/2 ഡിവൈഡഡ് ബൈ 1/2 ആൻസർ എത്ര വരും? √3 വരും. ഇനി അടുത്ത ശ്രദ്ധിക്കുക, ടാൻ 90 1/0 ആണ്. 1/0യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ടാൻ 90 ഇൻഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള റേഷ്യോസിലേക്കും വരാം. അതായത് ഇപ്പോൾ കൊസീക് 30 കണ്ടുപിടിക്കണമെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് സൈനിനെ കുറിച്ചാണ്. കാര്യം സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പൊ കൊസീക് 30 കാണണമെങ്കിലും നിങ്ങൾ സൈൻ 30 എത്രയാണെന്ന് ആലോചിക്കുക. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. അപ്പൊ കൊസീക് 30 എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിരിക്കും. എത്ര വരും? 2/1 വരും, അല്ലെങ്കിൽ 2 വരും. വേറെ ഒരെണ്ണം, സേ കോട്ട് 30 കാണണമെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ടാൻ 30യെ കുറിച്ചാണ്. ടാൻ 30 എത്രയാ? 1/√3 ആണ്. അപ്പൊ കോട്ട് 30 എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ ആണ്, √3/1 ആണ്, അല്ലെങ്കിൽ എത്രയെന്ന് വരും? √3 എന്ന് വരും. അപ്പോൾ ആക്ച്വലി സൈനും കോസും ടാനും പഠിച്ചാലും അത് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും കൊസീക്കും കോട്ടും കണ്ടുപിടിച്ചെടുക്കാം. അപ്പൊ ഇതിൽ സൈൻ മാത്രം ഓർത്തു വെക്കുക, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫിംഗർ ടിപ്സിൽ വേണ്ടതാണ്. അത് തൽക്കാലത്തേക്ക് ഇതിങ്ങനെ ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാനും സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഇതിൽ കൂടുതൽ, ഇപ്പൊ 90ൽ കൂടുതൽ ആംഗിളുകൾ വരാൻ സാധ്യതയുണ്ട്. സേ 120 ഡിഗ്രി, 230 ഡിഗ്രി, 240 ഡിഗ്രി, അങ്ങനെ വലിയ ആംഗിൾസ് വരുമ്പോൾ ഈ ബേസിക് ആംഗിൾസ് വെച്ചിട്ട് ക്വാഡ്രൻസിന്റെ കൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇനി പറയേണ്ടതായിട്ടുണ്ട്. അതായത് ക്വാഡ്രൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിനേക്കാൾ മുമ്പ് ഈ പറഞ്ഞ ബേസിക് ആംഗിൾസ് നമ്മൾ പഠിച്ചോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു ബേസിക് ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് മുൻപ് ഒരു എക്സാമിന് ചോദിച്ചാണ്. 2 sin square 30 into tan 60 minus 3 cos square 60 into sec square 30 എത്രയാണ് ഇതിന്റെ ആൻസർ?
ഇപ്പൊ തന്നെ നമുക്ക് പേനയും പേപ്പറും എടുത്ത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഫിംഗർ ടിപ്സിലുള്ള വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 2 ഇൻറ്റു ആദ്യം ആലോചിക്കേണ്ടത് സൈൻ 30 എത്രയാണെന്നാണ്. സൈൻ 30 എത്രയാടാ? 1/2 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 30 എത്രയാടാ? 1/2ന്റെ സ്ക്വയർ ആണ് അല്ലേ? 1/4 വരും. അതിന്റെ കാരണം എന്താ? എടാ എക്സ് 1/2 ആണെങ്കിൽ എക്സ് സ്ക്വയർ എത്രയാ? ഈ 1/2ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 1/4 ആണ് നമുക്ക് പറയാൻ പറ്റും. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ. സൈൻ 30 1/2 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ ആണ്, എത്ര വരും? 1/4 വരും. ഇനി ആലോചിക്കുക ടാൻ 60. ടാൻ 60 നമ്മൾ പഠിച്ചിട്ടുണ്ട്, √3 ആണ് അല്ലേ? ആ ടേബിൾ ഉപയോഗിക്കട്ടോ. തൽക്കാലത്തേക്ക് നിങ്ങൾ ആ ടേബിളിൽ നിന്ന് നോക്കിയെടുത്ത് എഴുതിയാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഫിംഗർ ടിപ്സിലേക്ക് വന്നാൽ മതി. -3 ഇൻറ്റു ഇനി കോസ് സ്ക്വയർ 60 ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കുക കോസ് 60 എന്താണ്? കോസ് 60 1/2 ആണ്. അപ്പൊ കോസ് സ്ക്വയർ 60 എത്ര വരും? 1/4 വരും. ഓക്കെ. ഇനി സീക് സ്ക്വയർ 30. സീക് സ്ക്വയർ 30 കാണാനായിട്ട് നിങ്ങൾ ആദ്യം കോസ് 30യെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. നമുക്കറിയാം കോസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? √3/2 ആണ്. അപ്പോൾ സീക് 30 എന്ന് പറയുമ്പോൾ 2/√3 ആണ്. ശ്രദ്ധിച്ച് നമ്മൾ എങ്ങനെ എഴുതിയത്? കോസ് 30 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സീക് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, 2/√3 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സീക് സ്ക്വയർ 30 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, സീക് സ്ക്വയർ 30 എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 4/3 ആണ് അല്ലെ? 4/3 ആണ്. അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 4/3. ഇനി കുറെ ടേമുകളൊക്കെ ഇവിടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ 4ഉം 4ഉം കട്ടായി പോയി, 3ഉം 3ഉം കട്ടായി പോയി. അപ്പൊ ഇവിടെ റിമൈൻഡർ 1 മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് 2 ടൈംസ്. അപ്പൊ ഇതിന്റെ ആൻസർ √3/2. ശ്രദ്ധിക്കുക, √3/2 -1 എന്ന് കിട്ടും. ഈ 2 ഇപ്പുറത്തേക്ക് കോമൺ ആയിട്ട് ക്രോസ് ചെയ്താൽ √3 - 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. √3 - 2 ഡിവൈഡഡ് ബൈ 2 ആണ് എന്റെ കറക്റ്റ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഡി ഓപ്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കറക്റ്റ് ഉത്തരം ഡി ഓപ്ഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇത്തരത്തിൽ വാല്യൂസ് അറിയാമെങ്കിൽ കിടിലമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ത്രിവൃത്തികളെ അടുത്ത ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാര്യം നമുക്ക് ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഉള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ഡയറക്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. 3 cos square 30. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് cos 30 എത്രയാണെന്നാണ്. cos 30 എത്രയാണ്? √3/2 ആണ്. അപ്പോൾ cos square 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 3/4 വരും. സോറി, √3/2ന്റെ സ്ക്വയർ 3/4 വരും. പ്ലസ് ഇനി sec square 30 എന്ന് പറയുന്നത് ഈ cos square 30ന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ്. അപ്പോൾ ഇവിടെ 3/4 വന്നാൽ അടുത്ത എന്ത് വരും? 4/3 വരും. പ്ലസ് 2 cos 0 2 × 1 പ്ലസ് 3 sin 90 3 × 1 മൈനസ് tan 60 √3 ആണ്. അപ്പോൾ tan square 60 3 വരും. ഇനി 3 - 3 അങ്ങ് കട്ടായി പോയി. ബാക്കിയുള്ളത് 9/4 പ്ലസ് 4/3 പ്ലസ് 2. ഓക്കെ. ഇനി LCM 12 ആണ്. അപ്പൊ 12 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരൂടാ? 12 കോമൺ LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 × 3 ആണ് 12. അപ്പോൾ ഇവിടെ 9 × 3 ചെയ്യണം. ആ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്കും ആദ്യത്തെ 27 വരും അല്ലെ? പ്ലസ് അടുത്തത് 3 × 4 ആണ്. അപ്പൊ ഇവിടെ 4 × 4 ചെയ്യണം, 16 വരും. പ്ലസ് 2 × 12 എത്ര വരും? 24 വരും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. 27 24 51 51 16 51 16 എത്ര വരൂടാ? 67 അല്ലെ? 51 16 67. അപ്പൊ 67/12 ആണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഡി ഓപ്ഷൻ ആയിട്ട് നമ്മുടെ ആൻസർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. അപ്പോൾ കാര്യം മനസ്സിലായ 2 ചോദ്യങ്ങളെ നമ്മൾ ഇവിടെ ചെയ്തോളൂ. ഓർക്കുക, ആ ബേസിക് ആംഗിൾസ് 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി അതേപോലെ തന്നെ 60 ഡിഗ്രി 90 ഡിഗ്രി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ചോദിച്ചാലും, സൈൻ ചോദിച്ചാലും, കോസ് ചോദിച്ചാലും, ടാൻ ചോദിച്ചാലും, അതിന്റെ റെസിപ്രോക്കലുകളായിട്ടുള്ള കോട്ട് ചോദിച്ചാലും, കൊസീക്ക് ചോദിച്ചാലും, സീക്ക് ചോദിച്ചാലും നമ്മുടെ ഫിംഗർ ടിപ്സിൽ വേണം, പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം. അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി ഇത് വെച്ച് വലിയ ആംഗിൾസ് വരുമ്പോൾ, അതായത് 90 ഡിഗ്രിയിൽ കൂടുതൽ വരുന്ന ആംഗിൾസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വാഡ്രൻസിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് നോക്കാം. ഈ ആംഗിളുകളെ 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4 ക്വാഡ്രന്റ്. അതിൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഏതായിട്ടാണ് കണക്കാക്കുക? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ടാണ് കണക്കാക്കുക. അവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് നോക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ പോസിറ്റീവ്. എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കുക, 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരുമ്പോ, ശ്രദ്ധിക്കണേ, 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരുമ്പോ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. ഇത് മാത്രമാണ് പോസിറ്റീവ്. ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. ഓക്കെ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത്രയും ഓർത്ത് വെക്കുക. ഓക്കെ. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ ശ്രദ്ധിക്കുക. 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ അത് തേർഡ് ക്വാഡ്രന്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. 180ക്ക് ശേഷം 270 വരെ തേർഡ് ക്വാഡ്രന്റ് ആയിട്ടാണ് പരിഗണിക്കുക. അവിടെ ടാനും
അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കുക, 270 മുതൽ 360 ഡിഗ്രി വരെ, 270 മുതൽ 360 വരെ, അതായത് 270ക്ക് ശേഷം 360 വരെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അവിടെ കോസും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. ഇനി ഈ ക്വാഡ്രൻസിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് എന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോഡ് അങ്ങ് ഓർത്താൽ മതി, ASTC എന്ന് ഓർക്കുക. ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കേണ്ടത്? ആഡ് ഷുഗർ ടു കോഫി, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്, അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. ആഡ് ഷുഗർ ടു കോഫി, ASTC, ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ആഡ് ഷുഗർ ടു കോഫി, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്, ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ചങ്സ് എന്ന് പറഞ്ഞ മലയാള സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ നമ്മുടെ ഷമ്മി തിലകൻ വേറൊരു രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഓർത്തിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. ശരി, അപ്പൊ അത്രയും കാര്യങ്ങളായി. ഇനി ക്വാഡ്രൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ ഞാൻ നിങ്ങളോട് പാസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ വലിയൊരു ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ആ ആംഗിളിന്റെ സ്ഥാനത്ത് ശ്രദ്ധിക്കുക, 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ, ആംഗിളിന്റെ സ്ഥാനത്ത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ചേഞ്ച് ആവും. അതെങ്ങനെ ചേഞ്ച് ആവും എന്ന് ചോദിച്ചാൽ, സൈൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് കോസ് ആയിട്ട് മാറും, തിരിച്ചും കോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ സൈൻ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ കാര്യങ്ങളൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് വരും, ഇയാൾ എന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ഇത്രയും നിങ്ങൾ കേട്ടേ മതിയാവും. ഇത്രയും കേട്ടിട്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഞാൻ പറഞ്ഞ കാര്യം, ആംഗിളിന്റെ സ്ഥാനത്ത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ സൈന് കോസ് ആയിട്ട് മാറുന്നു, കോസ് സൈൻ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ ടാൻ കോട്ട് ആയിട്ട് മാറുന്നു, കോട്ട് ടാൻ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ സീക്ക് കൊസീക്ക് ആയിട്ട് മാറുന്നു. ശ്രദ്ധിക്കുക, സീക്ക് കൊസീക്ക് ആയിട്ട് മാറുന്നു, കൊസീക്ക് സീക്ക് ആയിട്ട് മാറുന്നു. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി ആംഗിളിന്റെ സ്ഥാനത്ത് 180 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ, ആംഗിളിന്റെ സ്ഥാനത്ത് 180 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ റേഷ്യോ വിൽ നോട്ട് ചേഞ്ച്. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ റേഷ്യോ. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ റേഷ്യോ. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ടോട്ടൽ ആംഗിളിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ, 90 ഡിഗ്രി ഉൾപ്പെടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇനി 90ന് ശേഷം 180 വരെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 180ന് ശേഷം 270 വരെ തേർഡ് ക്വാഡ്രന്റ് ആണ്. ഇനി 270ന് ശേഷം 360 വരെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇത് ഓർത്ത്, ഇതിലെ റേഷ്യോസിന്റെ സൈൻ ഓർത്ത് വെക്കാനായിട്ട് ASTC എന്നങ്ങ് ഓർത്തു. ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്, അല്ലെങ്കിൽ ആഡ് ഷുഗർ ടു കോഫി, ഓക്കെ, അല്ലെങ്കിൽ ഷമ്മി തിലകന്റെ മെത്തേഡ്, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇനി ഓർക്കുക, ആംഗിളിന്റെ സ്ഥാനത്ത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ റേഷ്യോസ് ചേഞ്ച് ആവും. എങ്ങനെയാണ് ചേഞ്ച് ആവുക? സൈൻ കോസ് ആയിട്ട് മാറുന്നു, കോസ് സൈൻ ആയിട്ട് മാറുന്നു. ടാൻ കോട്ട് ആയിട്ട് മാറുന്നു, കോട്ട് ടാൻ ആയിട്ട് മാറുന്നു. സീക്ക് കൊസീക്ക് ആയിട്ട് മാറുന്നു, കൊസീക്ക് സീക്ക് ആയിട്ട് മാറുന്നു. ഇനി 180 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ റേഷ്യോ വിൽ നോട്ട് ചേഞ്ച്. ഇനി ഇത് വെച്ച് നമ്മൾ വലിയ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതിലേക്കാണ് പോകുന്നത്. ആദ്യം ഒരു വാല്യൂ വന്നിട്ടുണ്ട്, സൈൻ 150 ഡിഗ്രി. ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു പ്രോസസ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധാപൂർവ്വം കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ആംഗിൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. 150 ഡിഗ്രി ആംഗിൾ, അത് ഏത് ക്വാഡ്രന്റിലാണെന്ന് ആലോചിക്കുക. നമുക്ക് ക്വാഡ്രന്റ് ഇവിടെ ഒന്ന് വരച്ചു വെക്കാം. 0, 90, 180, 270, അതുപോലെ തന്നെ 360. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വാഡ്രന്റുകൾ. അതിൽ ASTC എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഇത്രയാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 150 എന്നുള്ളത് 90നും 180നും ഇടയിൽ വരുന്ന, അതായത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇനി നോക്കുക, ഇവിടെ ആദ്യം നമ്മൾ സൈൻ ഫിക്സ് ചെയ്യണം. ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് ആദ്യം തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ആംഗിൾ നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ പോസിറ്റീവ്? സൈനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആണ്. ഇവിടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് എന്ത് തന്നെയാണ്? സൈൻ തന്നെയാണ്. അതുകൊണ്ട് വാല്യൂ വിൽ ബി പോസിറ്റീവ് കേട്ടോ, സൈൻ പോസിറ്റീവ് ആണ്. ഇനി ഈ ആംഗിളിനെ ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ആലോചിക്കുക. 180, 90 ആണ്. അപ്പൊ ആംഗിളിനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നെങ്കിൽ 90 പ്ലസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 മൈനസ് എന്ന് എഴുതാം. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് 180 മൈനസ് എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ സൈൻ, ശ്രദ്ധിക്കുക, 150 ഞാൻ മാറ്റുകയാണ്, 180 മൈനസ് എന്ന് എഴുതി. ഇനി 150 വരണമെങ്കിൽ ഇപ്പുറത്ത് എന്ത് ഇടണം എന്ന് ആലോചിക്കുക. 30 ഇട്ടാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ പ്ലസ് സൈൻ 180 മൈനസ് 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ വേറൊരു രീതിയുണ്ട്, പ്ലസ് സൈൻ, ശ്രദ്ധിക്കുക, ദേ ആദ്യത്തെ പോയിന്റ് 90 ആണ്, 90 പ്ലസ് എന്ന് എഴുതാം. അപ്പൊ സൈൻ 90 പ്ലസ് എന്നിട്ടു. ഇനി ആലോചിക്കുക, ഇവിടെ 150 ഡിഗ്രി വരണമെങ്കിൽ റൈറ്റ് സൈഡിൽ വരേണ്ടത് എന്തായിരിക്കണം? 60 എന്നായിരിക്കണം. ഓക്കെ, അപ്പൊ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക,
ഈ സൈൻ 180 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ വന്നാൽ റേഷ്യോ ചേഞ്ച് ആവില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതിന് പകരം ഈ 180 മൈനസ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല, റേഷ്യോ ചേഞ്ച് ആവില്ല. അപ്പൊ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ തീറ്റ തന്നെ കണ്ടുപിടിച്ചാൽ മതി, അതായത് സൈൻ 30 തന്നെ കണ്ടാൽ മതി, സൈൻ 30 തന്നെ കണ്ടാൽ മതി. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർക്കുക, ഈ 180 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ ആണെങ്കിൽ ഈ ഒരു പാർട്ട് സിമ്പിളി അങ്ങ് കട്ടായി പോകും, ബാക്കിയുള്ളത് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അതായത് സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ സൈൻ 180 മൈനസ് 30ക്ക് പകരം നമ്മൾ എന്തെന്ന് ഓർത്തു, സൈൻ 30 എന്ന് ഓർത്തു. സൈൻ 30ന്റെ വാല്യൂ എത്രയാ, 1/2 ആണ്. ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത് പോസിറ്റീവ് 1/2 ആണ്. ഓക്കെ, ഇനി ഇവിടെ അത് ശരിയാവും. ഇവിടെ ശ്രദ്ധിക്കാൻ 90 പ്ലസ് എന്നാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ആംഗിളിന്റെ സ്ഥാനത്ത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ വന്നാൽ റേഷ്യോ ചേഞ്ച് ആവും. ഇവിടെ സൈൻ 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈ 90 പ്ലസ് പാർട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ സൈൻ എന്നുള്ളത് കോസ് ആയിട്ട് മാറും. അപ്പൊ ഇതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി, കോസ് 60 കണ്ടുപിടിക്കേണ്ടി വരും. കോസ് 60യുടെ വാല്യൂ എത്ര തന്നെയാണ്, 1/2 തന്നെയാണ്. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടിയത്, പോസിറ്റീവ് 1/2 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു അപ്രോച്ച് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു ആംഗിൾ കിട്ടിക്കഴിയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കി ആദ്യമേ സൈൻ ഫിക്സ് ചെയ്യുക, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഫിക്സ് ചെയ്യുക. ഇനി അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് നോക്കി ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് രൂപത്തിൽ എഴുതുക. അവിടെ 180 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നൊക്കെ ആണെങ്കിൽ റേഷ്യോ വിൽ നോട്ട് ചേഞ്ച്. ഇനി ഈ പറയുന്ന പോലെ 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ റേഷ്യോ വിൽ ചേഞ്ച്. എങ്ങനെ ചേഞ്ച് ആവും, സൈൻ കോസ് ആയിട്ട് മാറും, കോസ് സൈൻ ആയിട്ട് മാറും, ടാൻ കോട്ട് ആയിട്ട് മാറും, കോട്ട് ടാൻ ആയിട്ട് മാറും, സീക്ക് കൊസീക്ക് ആയിട്ട് മാറും, കൊസീക്ക് സീക്ക് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം ടാൻ 120 ഡിഗ്രി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, 120 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, അവിടെ സൈൻ ആണ് പോസിറ്റീവ് അല്ലെ. ഇവിടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ, ടാൻ ആണ്. അപ്പൊ വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഓർത്തോ, നെഗറ്റീവ് സൈൻ ആദ്യം ഇട്ടു. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, ഒന്നെങ്കിൽ 90 പ്ലസ് എന്ന് എഴുതാം അല്ലെങ്കിൽ 180 മൈനസ് എന്ന് എഴുതാം. അപ്പൊ 180 മൈനസ് എഴുതുകയാണെങ്കിൽ ടാൻ 180 മൈനസ് 120 വരണമെങ്കിൽ 60 മൈനസ് ചെയ്യേണ്ടി വരും അല്ലെ. ഇനി വേറൊരു രീതിയിലും എഴുതാം, മറ്റൊരു രീതിയിലും എഴുതാം. മൈനസ് നെഗറ്റീവ് സൈൻ നമ്മൾ ഫിക്സ് ചെയ്തു. ടാൻ 90 പ്ലസ് എന്ന് എഴുതുകയാണെങ്കിൽ 90 പ്ലസ് ശ്രദ്ധിക്കുക 120 വരണമെങ്കിൽ ഇപ്പുറത്ത് എത്ര ഇടണം, 30 എന്ന് ഇടണം. ഇനി ആലോചിച്ച് നോക്കുക, 180 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റേഷ്യോ ചേഞ്ച് ആവില്ല. അപ്പൊ ഇതിന് പകരം മൈനസ് ടാൻ 60 തന്നെ കണ്ടാൽ മതി. മൈനസ് ടാൻ 60 എന്ന് പറയുമ്പോൾ ടാൻ 60യുടെ വാല്യൂവിൽ ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരും. ആൻസർ എന്ത് വരും, -√3. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, മൈനസ് ഓഫ് ടാൻ 90 പ്ലസ് എന്ന് പറയുമ്പോൾ റേഷ്യോ ചേഞ്ച് ആവും. ഇതിന് പകരം എന്ത് കാണണം, കോഡ് 30 കാണണം അല്ലെ. കോഡ് 30 നമുക്കറിയാം ടാൻ 30 1/√3 ആണ്. അപ്പൊ കോഡ് 30 അവിടെ √3 ആണ്. അപ്പൊ അങ്ങനെ ചെയ്താലും -√3 വരത്തുള്ളൂ. ഇപ്പൊ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് -√3 ആണ് വരുന്നത്. ഇനി അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അതായത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നോ രൂപത്തിൽ നിങ്ങൾ ആംഗിളിന് എത്തിച്ചാൽ അവിടെ നിങ്ങൾ റേഷ്യോ കൂടെ ചേഞ്ച് ആക്കേണ്ടി വരും. ആ ഒരു എക്സ്ട്രാ ജോലി കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും ഈ ക്വാഡ്രൻസിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ ആംഗിളുകൾ എപ്പോഴും മാക്സിമം കഴിയുന്ന അത്ര 180 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ രൂപത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം, 240 ഡിഗ്രി. 240 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്. 180ക്കും 270ക്കും ഇടയിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൂടാ, സീക്ക് ആണ്. അതുകൊണ്ട് വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രന്റിനെ നമുക്ക് 180 പ്ലസ് എന്നോ 270 മൈനസ് എന്നോ എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ റേഷ്യോ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി 180 പ്ലസ് എന്ന് എടുക്കുന്നു. അപ്പൊ എങ്ങനെ എടുക്കാം, സീക്ക് 180 പ്ലസ് എന്ന് എടുത്തു. ഇനി നിങ്ങൾ ആലോചിക്കുക, 240 ഡിഗ്രി കിട്ടണമെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടത്, 60 അല്ലേ കൂട്ടേണ്ടത്. 180 കൂടി 60 കൂട്ടിയാൽ 240 വരിക. ഇനി 180 പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ -660 ആയിരിക്കും, -660. അപ്പൊ 660 എന്താണെന്ന് കാണാനായിട്ട് നമ്മൾ cos 60 ആണ് ആലോചിക്കേണ്ടത്. cos 60 എത്രയാടാ, 1/2 ആണ്. അപ്പൊ 660 എത്ര വരും, 2/1 അല്ലെങ്കിൽ 2 വരും. അപ്പൊ ഇതിന്റെ ആൻസർ -2 വരും. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന പോലെ 270 മൈനസ് എടുത്തും ചെയ്ത് നോക്കുക, സെയിം ആൻസർ തന്നെ വരും. ഓക്കെ ആണേ, ക്ലിയർ ആണേ. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളോടെ നോക്കാം. സൈൻ 300 ഡിഗ്രി. അപ്പൊ 300 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് ആണെന്ന് ആലോചിക്കുക. അവിടെ 270ക്കും ശേഷമാണ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ASTC എന്നാണ് നമ്മൾ വിളിച്ചത്. കോസ് ആണ് പോസിറ്റീവ്, ഇവിടെ സൈൻ ആണ് കാണുന്നത്. അപ്പൊ വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, 270 പ്ലസ് എന്ന് എഴുതാം അല്ലെങ്കിൽ 360 മൈനസ് എന്ന് എഴുതാം. ഇപ്പോ നമുക്ക് വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ 360 മൈനസ് എന്ന് എടുക്കുന്നു. അപ്പൊ സൈൻ 360 മൈനസ് എന്ന് എടുത്തു. ഇനി 300 വരണമെങ്കിൽ എത്ര കുറയ്ക്കണം, 60 കുറയ്ക്കണം. ഇനി 360 മൈനസ് നേരത്തെ 180 പറഞ്ഞ പോലെയാണ്, കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിൽ വാല്യൂവിന് ചേഞ്ച് വരില്ല. സൈൻ 360 മൈനസ് തീറ്റയ്ക്ക് വരും സൈൻ 60 തന്നെ കണ്ടാൽ മതി. അപ്പൊ മൈനസ് സൈൻ 60 ആണ്. എത്ര വരും, -√3/2 ആണ്. -√3/2 ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. ഈ 330ന്റെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞു ഈ കൊസീക്കിന്റെ കൂടെ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. കൊസീക് 210 ഡിഗ്രി. അപ്പോ 210 ഏത് ക്വാഡ്രന്റ് ആണെന്നാണ് നോക്കേണ്ടത്. നോക്കുക,
180ക്കും അതുപോലെ തന്നെ 270ക്കും ഇടയിലാണ്. തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്, ഇവിടെ കാണുന്നത് കൊസീക്ക് ആണ്, അതുകൊണ്ട് വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഞാൻ 180 പ്ലസ് എന്ന് എഴുതുള്ളൂ. ഇതിന് ഞാൻ എഴുതും കൊസീക്ക് 180 പ്ലസ് 30 എന്ന് എഴുതും അല്ലെ, കൊസീക്ക് 180 പ്ലസ് 30. കാര്യം 180 പ്ലസ് 30 കിട്ടിയാലേ എനിക്ക് എത്ര കിട്ടത്തുള്ളൂ, 210 കിട്ടത്തുള്ളൂ. ഇനി 180 പ്ലസിന് അവിടെ റോളൊന്നുമില്ല. കൊസീക്ക് 180 പ്ലസ് 30ക്ക് വരും കൊസീക്ക് 30 കണ്ടാൽ മതി, മൈനസ് കൊസീക്ക് 30 ആണ്, മൈനസ് കൊസീക്ക് 30. ഇനി ആലോചിക്കുക, കൊസീക്ക് 30 കാണാനായിട്ട് സൈൻ 30 ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സൈൻ 30 എത്രയാടാ, സൈൻ 30 1/2 ആണ്. അപ്പൊ കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ 2/1 ആണ്, അല്ലെങ്കിൽ 2 വരും. ആൻസർ എന്ത് വരും, -2 വരും, -2. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഇനി ഇതിന്റെ അകത്ത് പഠിക്കേണ്ട എക്സ്ട്രാ ഒരു കൺസെപ്റ്റ്, ചിലപ്പോ വാല്യൂസ് 360 ഡിഗ്രിയിലും കൂടുതൽ വരും, 360ലും കൂടുതൽ വരും. അപ്പൊ 360ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, 360ൽ കൂടുതൽ ആംഗിളുകൾ വന്നാൽ ആ തന്നിരിക്കുന്ന ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. ആ റിമൈൻഡറിന്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ചോദ്യത്തിൽ കോസ് 390 എന്ന് വന്നു. അപ്പൊ 390യെ നമുക്ക് ഇതുവരെ പഠിച്ചത് വെച്ച് ഒരു ക്വാഡ്രന്റിലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ വന്നാൽ നമ്മൾ ഈ 390 ആദ്യം 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 390 ഡിവൈഡഡ് ബൈ 360, 360 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരു തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിമൈൻഡർ എത്ര വരും, 30 വരും. ഇനി ഞാൻ പറഞ്ഞു ഈ ആംഗിളിനെ റിമൈൻഡർ ആക്കി മാറ്റിയാൽ മതി. അതായത് കോസ് 390ക്ക് പകരം റിമൈൻഡർ നമുക്ക് കിട്ടിയ 30 എന്നാണ്. കോസ് 30 കണ്ടുപിടിച്ചാലും മതി. കോസ് 30യുടെ വാല്യൂ എത്രയാണെന്ന് ആലോചിക്കുക. എത്രയാണ്, √3/2 ആണ്. സോ ഇതിന്റെ ആൻസർ എത്ര വരും, √3/2 വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. 360യിൽ കൂടുതൽ ആംഗിളുകൾ വന്നാൽ അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. ആ റിമൈൻഡറിന്റെ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, കോസ് 570 ഡിഗ്രി. അപ്പോൾ 570 ആദ്യം നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 570 ഡിവൈഡഡ് ബൈ 360. ഇവിടെയും ഒരു തവണയെ ഹരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ, ഒറ്റ തവണയെ ഹരിക്കാൻ പറ്റത്തുള്ളൂ. 360 റിമൈൻഡർ എത്ര വരും എന്ന് ആലോചിക്കുക. 0 1 2 210 വന്നു. അപ്പൊ കോസ് 570ക്ക് പകരം നമ്മൾ എന്ത് കണ്ടാൽ മതി, കോസ് 210 ഡിഗ്രി കണ്ടാൽ മതി. ഇനി ആലോചിക്കുക, ഇത് ഏത് ക്വാഡ്രന്റ് ആണ്, അവിടെ തേർഡ് ക്വാഡ്രന്റ് ആണ്. 180ക്കും 270ക്കും ഇടയിലാണ്. അവിടെ AST ടാൻ ആണ് പോസിറ്റീവ്. ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത് കോസ് ആണ്, അതുകൊണ്ട് വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രന്റിനെ ഞാൻ എഴുതുന്നു കോസ് 180 പ്ലസ് എന്ന് എടുക്കുന്നു. 210 കിട്ടാനായിട്ട് ഞാൻ 30 ആഡ് ചെയ്യുന്നു. ഇനി കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. സോ മൈനസ് കോസ് 30 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും, -√3/2. ഓക്കെ, ഇതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സൈൻ 1920 ഡിഗ്രി. ഉടനെ തന്നെ നമ്മൾ 1920നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 192 പറ്റില്ല, 1920 മൊത്തമായിട്ട് ചെയ്യണം. 5 തവണയെ പറ്റൂ ഇവിടെ. കാര്യം 360 × 5 1800 ആണ്. 6 തവണ പറ്റില്ല. 6 തവണയാണെങ്കിൽ 1900 കൂടുതലായി പോകും. 5 തവണ 1800. റിമൈൻഡർ എത്ര വന്നടാ, 120. അപ്പോ ഈ ആംഗിളിന് പകരം റിമൈൻഡർ കൺസിഡർ ചെയ്താൽ മതി. സൈൻ 1920 വരെ നമ്മൾ എന്ത് കാണുന്നു, സൈൻ 120 കാണുന്നു അല്ലെ, സൈൻ 120. ഏത് ക്വാഡ്രന്റ് ആണെന്ന് ആലോചിക്കുക. 120 എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ സൈൻ പോസിറ്റീവ് അല്ല, ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത് പോസിറ്റീവ് തന്നെയാണ്. സോ വാല്യൂ വിൽ ബി പോസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ടുള്ള ഞാൻ എഴുതുന്നു സൈൻ 180 മൈനസ് ഇടുന്നു. ഇനി 120 കിട്ടാനായിട്ട് ഞാൻ 60 മൈനസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ തന്നെയാണ് അതിന്റെ ആൻസർ. സോ അതിന്റെ ആൻസർ സൈൻ 60 തന്നെ കണ്ടാൽ മതി. സൈൻ 60യുടെ വാല്യൂ എത്രയാണ്, സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. √3/2. ഓക്കെ, ഒരെണ്ണം ചെയ്യാം. സീക്ക് 3750 ഡിഗ്രി. വളരെ വലിയ ആംഗിൾ ആണ്, പക്ഷെ നമ്മൾ പരിഭ്രമിക്കില്ല. 3750യെ നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ 360 15 വരും. 150 ഇറക്കി എഴുതി. 0 ടൈംസ് 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. റിമൈൻഡർ എത്ര തന്നെ വരും, 150 തന്നെ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 150 ആക്കി മാറ്റിയാൽ മതി. അപ്പൊ ഇതിന് പകരം സീക്ക് 150 ആക്കി മാറ്റുക. 150 സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, അവിടെ സൈൻ ആണ് പോസിറ്റീവ്. ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത് സീക്ക് ആണ്. സോ വാല്യൂ വിൽ ബി നെഗറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഞാൻ എഴുതുന്നു സീക്ക് 180 മൈനസ് 30. അപ്പോൾ ഇതിന് പകരം ഞാൻ സീക്ക് 30 ആണ് കാണുക, മൈനസ് സീക്ക് 30. നമുക്കറിയാം കോസ് 30 √3/2 ആണ്. അപ്പൊ സീക്ക് 30 2/√3 ആണ്. ഇതിന്റെ ആൻസർ എന്ത് വരും, -2/√3. അപ്പൊ ക്വാഡ്രന്റുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു, വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ കുറച്ച് ഹോംവർക്ക് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടായി. അത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ, കമന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിച്ച് പഠിക്കാം. ഈ ക്വാഡ്രൻസ് പലർക്കും അറിയില്ല കേട്ടോ. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇത് ഇത്രയും വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരുന്ന ആൾക്കാർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായെങ്കിൽ അതിന്റെ കാര്യം കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. ഓക്കെ, നമുക്ക് ചില ചോദ്യങ്ങളോടെ ചെയ്തു നോക്കാം ഇന്ന്. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്താണ്. ഇനി ശ്രദ്ധിക്കുക,
ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ചോദ്യമാണ്. ഇൻ ട്രയാങ്കിൾ ഒ പി ക്യൂ റൈറ്റ് ആംഗിൾഡ് എറ്റ് പി ഒ പി ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആൻഡ് ഒ ക്യൂ മൈനസ് പി ക്യൂ ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ദെൻ ഫൈൻഡ് കോസ് ക്യൂ മൈനസ് സൈൻ ക്യൂ. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരുന്നത്. ഇത് നമ്മുടെ ആ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. ട്രയാങ്കിൾ ഒ പി ക്യൂ തന്നിട്ടുണ്ട് അല്ലേ, ട്രയാങ്കിൾ ഒ പി ക്യൂ. അത് പിയിലാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രിന്റെ സ്ഥാനത്ത് പി വരണം. ബാക്കി എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒ പി ക്യൂ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ഒ പി ക്യൂ. അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. ഒ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഒ പിയുടെ വാല്യൂ 7 സെന്റിമീറ്റർ ആണ്, 7 സെന്റിമീറ്റർ ആണ്. ഇനി ഒ ക്യൂ മൈനസ് പി ക്യൂ, ഒ ക്യൂ മൈനസ് പി ക്യൂയുടെ വാല്യൂ 1 സെന്റിമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുക, കോസ് ക്യൂവും സൈൻ ക്യൂ ഒക്കെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഈ രണ്ട് സൈഡുകൾ അറിയണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു സൈഡ് നമുക്ക് കിട്ടിയല്ലോ 7. ഈ 7ന്റെ കൂടെ വരുന്ന ട്രിപ്പിലെറ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ട്രിപ്പിലെറ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചാണ്. അപ്പൊ 7ന്റെ കൂടെ വരുന്ന ട്രിപ്പിലെറ്റ് ഏതാടാ? 7, 24, 25 ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ 25 ഹൈപ്പോട്ടന്യൂസ് ആണ് 25 ആയിട്ട് എടുക്കേണ്ടത്. ഇത് 25ഉം 24ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഓക്കെ ആവുമോ? 99% ആ കണ്ടീഷൻ ഓക്കെ ആവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം എക്സും വൈ ഒന്നും എടുത്ത് ചെയ്യേണ്ട കാര്യം വരില്ല. എപ്പോഴും ഓർക്കുക, ഈ ജീവിതത്തിലാണെങ്കിലും മാത്സിലാണെങ്കിലും എക്സ് ഏറ്റവും അവസാനം എടുക്കാവുള്ളൂ കേട്ടോ. അതായത് മറ്റൊരു നിർവാഹം ഇല്ലെങ്കിൽ മാത്രമേ എക്സിന്റെ പുറകെ പോകാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരും. അപ്പൊ ഇവിടെ ആലോചിക്കുക, ഒ ക്യൂ മൈനസ് പി ക്യൂ നോക്കിക്കേ, 25 മൈനസ് 24 1 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഒരു സൈഡ് നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ആ സൈഡിന്റെ കൂടെ വരുന്ന ട്രിപ്പിലെറ്റ് ഏതാണ്? 7 കിട്ടിക്കഴിഞ്ഞാൽ 7, 24, 25 ആണ്. അപ്പോൾ അതിൽ ഹൈപ്പോട്ടന്യൂസ് 25 ആയിട്ട് എടുക്കണം, മറ്റൊരു സൈഡ് ഞാൻ 24 ആയിട്ട് എടുത്തു. ഇനി ആലോചിക്കുക, ഈ 25ഉം 24 എടുക്കുമ്പോൾ നമ്മൾ ഈ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 1 കിട്ടുന്നുണ്ടോ? 1 കിട്ടുന്നുണ്ട്. സോ അവിടെ 25ഉം 24 ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് കാണാം. ഇവിടെ ആദ്യം കണ്ട കോസ് ക്യൂ ആണ് അല്ലെ, കോസ് ക്യൂ. അപ്പോൾ ക്യൂ എവിടെ വരുന്നത്? ഇവിടാണ്. കോസ് ക്യൂ എന്ന് പറയുന്നത് അഡ്ജസൻ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എത്ര വരും? 24/25. അതേപോലെ തന്നെ സൈൻ ക്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എത്ര വരും? 7/25 വരും. ദെൻ മൈനസ് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. 24/25 മൈനസ് 7/25 എത്ര വരും? 24 7 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 17 വരില്ലേ? 17/25 17/25 വരും. 17/25 ഏതാണ് എന്റെ കറക്റ്റ് ആൻസർ? എ ഓപ്ഷൻ ആണ് കൃത്യമായ ഉത്തരം. എ ഓപ്ഷൻ ആണ് കൃത്യമായ ഉത്തരം. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് ആണേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ട്രിപ്ലെറ്റ്. അത് ഇന്നിപ്പോ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അത് കാണുക, കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കുന്നതും ഇതേ കണക്ക് തന്നെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ റൈറ്റ് ആംഗിൾ അറ്റ് ക്യൂ പി ആർ പ്ലസ് ക്യൂ ആർ ഇസ് ഇക്വൽ ടു 25 ദെൻ ഫൈൻഡ് ടാൻ പി പ്ലസ് സീക് പി. അത്ര മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുക, ഒരു ട്രയാങ്കിൾ പി ക്യു ആറിനെ നമുക്ക് പരിഗണിക്കാം. പി ക്യു ആറിൽ ശ്രദ്ധിക്കുക, റൈറ്റ് ആംഗിൾ അറ്റ് ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ അറ്റ് ക്യൂ. അപ്പോൾ പിയും ക്യൂ ആറും നമുക്ക് ഇങ്ങനെ എടുക്കാം, പി ക്യു ആർ. ഇനി അവിടെ തന്നിരിക്കുന്നത് പി ആർ പ്ലസ് ക്യൂ ആർ. പി ആറിന്റെയും ക്യൂ ആറിന്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 25 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 25 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടാൻ പി പ്ലസ് സീക് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിപ്ലെറ്റിൽ ഏത് ഹൈപ്പോട്ടന്യൂസിലൂടെ മറ്റൊരു സൈഡ് കൂട്ടുമ്പോഴാണ് 25 കിട്ടുക കേട്ടോ. അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ട്രിപ്ലെറ്റ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം. 3, 4, 5. ഇവിടെ ആലോചിക്കുക, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. 5നെ ഇതിൽ ഏത് സൈഡ് കൊണ്ട് കൂട്ടിയാലും നമുക്ക് 25 കിട്ടുന്നില്ല. അതല്ല, അടുത്തത് നമ്മൾ പഠിച്ചത് 5, 12, 13 എന്നാണ്. ആലോചിച്ച് നോക്കുക, ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. 13നോട് കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 25 കിട്ടുന്നുണ്ട്. അപ്പൊ അതായിരിക്കാനാണ് സാധ്യത. 13ഉം 12ഉം ആണെങ്കിൽ പി ക്യൂവിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 ആയിരിക്കും. പി ക്യൂവിന്റെ വാല്യൂ 5 ആയിരിക്കും. ദെൻ നമുക്ക് കണ്ടുപിടിക്കാം ടാൻ പി പ്ലസ് സീക് പി. പി എവിടെയാണ് വരുന്നത്? ഏറ്റവും ടോപ്പ് കോർണറിലാണ്. അപ്പൊ ടാൻ പി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ടാന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഈ പറയുന്ന അഡ്ജസൻ സൈഡ് ആണ്. അപ്പൊ ടാൻ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ടാൻ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12/5 ആണ്. 12/5 ആണ്. അതേപോലെ തന്നെ സീക് പിയുടെ വാല്യൂ ശ്രദ്ധിക്കുക, കോസ് പി എന്ന് പറഞ്ഞാൽ അഡ്ജസൻ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ സീക് പി എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ സൈഡ് ആണ്. എത്ര വരും? 13/5 വരും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12/5 പ്ലസ് 13/5 ആണ്. 13/5 ആൻസർ എത്ര വരും? 25/5 വരും. ഓക്കെ, അല്ലെങ്കിൽ 25/5 എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസർ എത്ര വരും? 5 വരും. എ ഓപ്ഷൻ ആണ്. സപ്പോസ് ഈ ഒരു ട്രിപ്ലെറ്റ് നമുക്ക് അറിയില്ലെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എടുത്തിട്ടുണ്ട് വന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇത്. ശ്രദ്ധിക്കുക, രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ 25 കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എക്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇത് 25 മൈനസ് എക്സ് ആയിട്ട് എടുക്കേണ്ടി വരും. ഇനി എക്സും 25 എക്സും വെച്ചിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അത് തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. എക്സ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. എന്നിട്ട് ചെയ്താലും നമുക്ക് ഈ വാല്യൂസേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനേക്കാളും ഒക്കെ നല്ലത് ട്രിപ്ലെറ്റ് ആലോചിച്ച് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യം നമുക്ക് ഇവിടെ ഒരു ചോദ്യം ചെയ്തെടുക്കാനായിട്ട്
പരമാവധി കിട്ടുക 1 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റിനുള്ളിൽ ആ ചോദ്യം ചെയ്തു തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ നുണുങ്ങ് വിദ്യകളിലൂടെ മാത്രമേ പറ്റൂ സുഹൃത്തെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In a right triangle xyz, right angled at y, xy is equal to 2 root 6 and xz minus yz is equal to 2. Then find sec x plus tan x. ഇവിടെ നോക്കുക, ഒരു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. എക്സ് വൈ സെഡ് റൈറ്റ് ആംഗിൾ അറ്റ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, റൈറ്റ് ആംഗിൾ അറ്റ് വൈ ഇത് തന്നെയാണ് 90 ഡിഗ്രി വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് വൈയുടെ വാല്യൂ 2 റൂട്ട് 6 എന്ന് തന്നിട്ടുണ്ട്. 2 റൂട്ട് 6. ഇനി ശ്രദ്ധിക്കുക, എക്സ് സെഡും വൈ സെഡും തമ്മിലുള്ള ഡിഫറൻസ് 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 2 റൂട്ട് 6 വരുന്ന ട്രിപ്പിലെറ്റ് അറിയില്ല. അപ്പൊ നമ്മളത് അല്ലാതെ തന്നെ ചെയ്യേണ്ടി വരും. ശ്രദ്ധിക്കുക, ഹൈപ്പോട്ടന്യൂസ് ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് 2 വരണമെങ്കിൽ ഇതെന്തായിരിക്കണം? എക്സ് മൈനസ് 2 ആയിരിക്കണം. ഓക്കെ അല്ലെ? ഇത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ് മൈനസ് 2 ആയിരിക്കണം. ഇനി നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ഈ പറയുന്ന ബേസ് സൈഡിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ കിട്ടും. സോ ആ റിലേഷൻ ഞാൻ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് മൈനസ് 2 സ്ക്വയർ മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2 റൂട്ട് 6ന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എത്ര വരും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ ടു 2 റൂട്ട് 6ന്റെ സ്ക്വയർ എത്രയാടാ? 4 ഇൻറ്റു 6. 4 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 24 വരും. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി. മൈനസ് ഓഫ് മൈനസ് 4x പ്ലസ് 4x ആണ്, മൈനസ് 4 വരും. മൈനസ് 4 അപ്പുറത്ത് വരുമ്പോൾ 28 ആയി. 28. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രയാങ്കിളിലെ വാല്യൂസ് നമുക്ക് കിട്ടി. ഒരു സൈഡ് അവർക്ക് നമുക്ക് തന്നിട്ടുണ്ട് 2 റൂട്ട് 6 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 7 ആണെങ്കിൽ ബേസ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് സീക്ക് എക്സും ടാൻ എക്സും ആണ്. നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെയാണ്, എക്സ് വൈ സെഡ്. നമുക്ക് നോക്കാം സീക്ക് എക്സ് എത്ര വരും? സീക്ക് എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന ബേസ് സൈഡ് ആണ്. സോ 7 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 6. ഇനി ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. എത്ര വരും? 5 ബൈ 2 റൂട്ട് 6. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കാം, 7 ബൈ 2 റൂട്ട് 6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 6. അപ്പൊ എത്ര വരൂടാ? 12 ബൈ 2 റൂട്ട് 6 വരും. 12 ബൈ 2 റൂട്ട് 6 എന്ന് പറയുമ്പോൾ 6 ബൈ റൂട്ട് 6 വരും അല്ലെ? 6 ബൈ റൂട്ട് 6. റൂട്ട് 6 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 6 എന്ന് പറഞ്ഞാൽ റൂട്ട് 6 ഇൻറ്റു റൂട്ട് 6 ആണ്. ഒരു റൂട്ട് 6 കട്ടായി പോകുമ്പോൾ ആൻസർ എന്ത് വരൂടാ? റൂട്ട് 6 എന്ന് വരും. സോ ബി ഓപ്ഷൻ ആയിരുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ട്രിപ്ലെറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കാരണം 2 റൂട്ട് 6 എന്നുള്ള ഒരു വാല്യൂ നമ്മൾ ട്രിപ്ലെറ്റിൽ പഠിച്ചിട്ടില്ല. സോ നമ്മൾ എക്സ് വെച്ചെടുത്ത് ചെയ്തു എടുത്തു. അപ്പൊ എല്ലാ ചോദ്യങ്ങളും 1 മിനിറ്റിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ 1-2 മിനിറ്റിനുള്ളിൽ കിട്ടിയാൽ മതി. കാര്യം ചില ചോദ്യങ്ങൾ നമുക്ക് 1 മിനിറ്റ് താഴെ കിട്ടത്തുള്ളൂ കേട്ടോ. താഴെ സമയം കൊണ്ട് നമുക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റും. അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, ഞാനതിലേക്ക് കൂടുതൽ സമയം മെനക്കെടുത്തുന്നില്ല. അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം, അടുത്തത് ആംഗിൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ടാൻ എക്സിന്റെ വാല്യൂ 1 ബൈ റൂട്ട് 3 ആണ്. സൈൻ വൈയുടെ വാല്യൂ 1 ബൈ റൂട്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, ടാനിന്റെ വാല്യൂ ഏത് ആംഗിളിലാണ് 1 ബൈ റൂട്ട് 3 വരിക? നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, 30 ഡിഗ്രി വരുമ്പോഴാണ്, ടാൻ 30 വരുമ്പോഴാണ് 1 ബൈ റൂട്ട് 3 വരിക. അപ്പോൾ അതിന്റെ അർത്ഥം ഈ എക്സിന്റെ സ്ഥാനത്ത് എത്ര വരണമെന്നാണ്? 30 ഡിഗ്രി വരണമെന്നാണ്. ഇനി സൈനിന്റെ വാല്യൂ ഏത് ഡിഗ്രിയിലാണ് 1 ബൈ റൂട്ട് 2 വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈനിന്റെ വാല്യൂ 45 ഡിഗ്രി വരുമ്പോഴാണ് 1 ബൈ റൂട്ട് 2 വരിക. സോ വൈയുടെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആണ് അല്ലെ? എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 30 പ്ലസ് 45 എത്ര വരും? 75 ഡിഗ്രി വരും അല്ലെ? 75 ഡിഗ്രി. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. 75 ഡിഗ്രി 0 ആണോ? അല്ല. മോർ ദാൻ 90 ആണോ? അല്ല. ബിറ്റ്വീൻ 0 ആൻഡ് 90 ആണോ? അതെ. കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ ആണ്. ബിറ്റ്വീൻ 100 ആൻഡ് 135 അല്ല. സോ ഇത് നമ്മൾ ഉൾട്ടാ ചിന്തിക്കണമായിരുന്നു. വാല്യൂ തന്നാൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനും പറ്റണം. ആംഗിൾ തന്നാൽ വാല്യൂ കിട്ടുന്ന പോലെ വാല്യൂ തന്നാൽ തിരിച്ച് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനും പറ്റണം. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 3, സീക്ക് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 ബൈ റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 2a പ്ലസ് ടാൻ 3b. ഓക്കെ, ഇതെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട കാര്യമില്ല, പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് എടുത്തിട്ടാണ് ചെയ്യുക. നമ്മൾ ആലോചിക്കുന്നു, ടാനിന്റെ വാല്യൂ എപ്പോഴാണ് റൂട്ട് 3 വരിക? 60 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് എടുക്കും? 60 എന്ന് കിട്ടും. ഇനി സീക്കിന്റെ വാല്യൂ എപ്പോഴാണ് 2 ബൈ റൂട്ട് 3 വരിക? അതിന് വരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കോസിന്റെ വാല്യൂ എപ്പോഴാണ് റൂട്ട് 3 ബൈ 2 വരിക? 30 വരുമ്പോഴല്ലേ? അപ്പോ എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? 30 എന്ന് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2a യുടെ വാല്യൂ 90 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എത്ര കിട്ടും? 45 കിട്ടും.
എയുടെ വാല്യൂ 45 ആണെങ്കിൽ 45നോട് കൂടി എത്ര കൂട്ടുമ്പോഴാണ് 60 കിട്ടാൻ നോക്കുക? 15 കൂട്ടുമ്പോഴല്ലേ? അപ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടും? 15 കിട്ടും. എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിലേക്ക് വന്നാൽ സൈൻ 2a പ്ലസ് ടാൻ 3b ആണ്. അപ്പോൾ സൈൻ 2a, a 45 ആണെങ്കിൽ 2a എന്ന് പറയുമ്പോൾ 90 ആണ്, പ്ലസ് ടാൻ 3b, b 15 ആണെങ്കിൽ 3b എന്ന് പറയുമ്പോൾ 3 into 15 45 ആണ്, ടാൻ 45 ആണ്. സൈൻ 90യുടെ വാല്യൂ 1 ആണ്, ടാൻ 45ന്റെ വാല്യൂ 1 ആണ്. 1 + 1 എത്രയാടാ? 2 ആണ്, 2 ആണ്, 2 ആണ്. യാതൊരു സംശയമില്ല. കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. കൃത്യമായ ഉത്തരം ഡി ഓപ്ഷൻ ആണ്. വെരി 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 സിമ്പിൾ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 2 cos 3a = 1 ആൻഡ് 2 sin 2b = √3. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്രയാണ്? അപ്പോൾ ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് പറഞ്ഞുവിട്, ശല്യം അത് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ cos 3a വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. ഇനി ആലോചിക്കുക, കോസിന്റെ വാല്യൂ എപ്പോഴാണ് 1/2 വരിക? 60 ഡിഗ്രിയിലാണ്. ദാറ്റ് മീൻസ് 3a വാല്യൂ 60 ഡിഗ്രി ആണ്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 20 ഡിഗ്രി ആണ്. അപ്പോൾ എയുടെ വാല്യൂ 20 ഡിഗ്രി വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. ബാക്കിയുള്ളത് കണ്ടുപിടിക്കേണ്ട. ഇനി അതും കൂടെ ചെയ്യാം. ഇവിടെ 2 റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ 2bയുടെ വാല്യൂ എത്ര വരും? √3/2 എന്ന് വരും. ഇനി സൈന്റെ വാല്യൂ √3/2 വരുന്നത് 60 ഡിഗ്രി ആണ്. അപ്പോൾ 2bയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 30 ഡിഗ്രി ആണ്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? 20, 30. പക്ഷേ 20 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഒരു 2 സെക്കൻഡ് ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അടുത്ത പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ 20 ഡിഗ്രി 30 ഡിഗ്രി ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്, സെറ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, സൈൻ 3α - β = 1 ആൻഡ് കോസ് 2α + β = 1/2. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ എന്താണ്? നോക്കുക, സൈനിന്റെ വാല്യൂ എപ്പോഴാണ് 1 വരിക? 90 ഡിഗ്രിയിലാണ്. ദാറ്റ് മീൻസ് 3α - βയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. ഇനി ആലോചിക്കുക, കോസിന്റെ വാല്യൂ എപ്പോഴാണ് 1/2 വരിക? 60 ഡിഗ്രിയിലാണ്. അപ്പോൾ 2α + β അതിന്റെ വാല്യൂ എത്രയാണ്? ഈ പറയുന്ന പോലെ 60 ഡിഗ്രി ആണ്. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരും? ബീറ്റ കട്ടായി പോകും. 5α വാല്യൂ 150 എന്ന് വരും അല്ലേ? 5α വാല്യൂ 150 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയാണ്? 150/5 30 ഡിഗ്രി എന്ന് വരും. അതാണ് നമുക്ക് കാണേണ്ടത്. ടാൻ 30, ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ടാൻ 30. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. 1/√3 ഏത് ഓപ്ഷനിലാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? ബി ഓപ്ഷനിലാണ് ഫ്രണ്ട്സ്. ബി ഓപ്ഷനിലാണ് അതിന്റെ ആൻസർ 1/√3. ഓക്കെ, സെറ്റ്. ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം. 0 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോ ഈ 0ക്കും 90ക്കും ഇടയിലാണ് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസറിലേക്ക് എത്തും. അപ്പോൾ തീറ്റയുടെ വാല്യൂ നമ്മൾ 45 ഡിഗ്രി എന്ന് എടുക്കുന്നത് കരുതുക. 45 ഡിഗ്രി എന്ന് എടുത്തു. 45 എന്നല്ല, 0ക്കും 90നും ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. 30യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ നമ്മൾ 45 എടുത്തൊന്ന് കണ്ടുനോക്കുക. സൈൻ 45ന്റെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്. പ്ലസ് കോസ് 45 എത്രയാണ്? 1/√2 ആണ്. അപ്പൊ എത്ര വരും? 2/√2 വരും. ഈ 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. അപ്പോൾ √2 കട്ടായി പോകുമ്പോൾ ആൻസർ √2 എന്ന് വരും. √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.41 ആണ്. 1.41. ഇനി ഓപ്ഷനിലേക്ക് വരാം. ഈക്വൽ ടു 1 ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണ്. ലെസ് ദാൻ 1 ആണോ? അല്ല. ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പൊ ഇതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. ഇനി തീറ്റയുടെ വാല്യൂ 30 ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. തീറ്റയുടെ വാല്യൂ 30 കിട്ടും. അപ്പൊ സൈൻ 30യുടെ വാല്യൂ 1/2 കിട്ടി. കോസ് 30യുടെ വാല്യൂ √3/2 കിട്ടി. അപ്പൊ ഇതിന് ആൻസർ എന്താ വരുന്നത്? 1 + √3/2 എന്നാണ്. 1 + √3/2. അപ്പോ നമുക്ക് നോക്കാം. 1 + √3 എത്ര? √3യുടെ വാല്യൂ 1.73 ആണ്. 1.73 + 1 എന്ന് പറയുമ്പോൾ 2.73 ആണ്. ഈ 2.73യുടെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1.36 കിട്ടും. 1.36 സംതിങ്. അതും ഈ പറയുന്ന കണക്ക് എന്തിനേക്കാൾ കൂടുതലാണ്? 1നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഏത് ആംഗിൾ എടുത്താലും നമ്മുടെ ആൻസർ എന്തെന്ന് വരുന്നത്? ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം 45 എടുത്ത് ചെയ്യുന്നതായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവിടെ വലിയ കാൽക്കുലേഷൻ വരില്ല. √3 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം കുറച്ചുകൂടെ കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഇനി ശ്രദ്ധിക്കുക, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ബിലോ. സൈൻ 30 എത്രയാ? 1/2. സൈൻ 45 എത്രയാ? 1/√2. ഇനി കോസ് 30 എത്രയാ? √3/2. ടാൻ 30 എത്രയാ? 1/√3. ഇനി ശ്രദ്ധിക്കുക, ഇതിനെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോ ഇതെല്ലാം റൂട്ട് വരുന്ന വാല്യൂസ് ഒക്കെയാണ്. അപ്പൊ കമ്പാരിസൺ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാത്തിനും അങ്ങ് സ്ക്വയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ 1/2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4, 1/√2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/2, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 3/4, അടുത്ത തന്നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/3. ഇനി നിങ്ങൾ ആലോചിക്കുക, 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഇനി 3/4 എന്ന് പറയുമ്പോൾ 0.75 ആണ്. 1/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.3333 സംതിങ് ആണ്.
അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ചെറുത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് ആദ്യം വരേണ്ടത്. ആദ്യം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇത് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്തോളൂ. കാര്യം അസെൻഡിങ് ഓർഡറിലാണ് വേണ്ടത്. ഇനി 0.25 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 0.3 ആണ്. അപ്പം ഇനി പിന്നെ വരേണ്ടത് 4-ാമത്തെയാണ്. 1 കഴിഞ്ഞ് 4 വരുന്നത്. 1 കഴിഞ്ഞ് 4 വരുന്ന ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, മൊത്തമായിട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആദ്യത്തെ 2 അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഓപ്ഷൻ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കൂളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ബേസിക് ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലാതെ ഒന്നുമില്ല. ഇനി അടുത്തത്, എക്സ് ആൻഡ് വൈ ആർ ദ ആംഗിൾസ് ലൈങ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് എക്സ് ലെസ് ദാൻ വൈ, ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ശ്രദ്ധിക്കുക, എക്സും വൈയും 2 ആംഗിളുകളാണ്. അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സൈൻ എക്സും സൈൻ വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കടാ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് അറിയാവുന്ന 2 വാല്യൂസ്, അതായത് 180 മൈനസിൽ അറിയാവുന്ന 2 വാല്യൂസ് എടുക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ എനിക്ക് വേണമെങ്കിൽ 180 മൈനസ് 60 എന്ന് എടുക്കാം. അതായത് എത്രയെന്ന് എടുക്കാം? 120 എന്ന് എടുക്കാം. വൈയുടെ വാല്യൂ എനിക്ക് ശരി 180 മൈനസ് 30 എന്ന് എടുക്കാം. അല്ലെങ്കിൽ എത്രയെന്ന് എടുക്കാം? 150 എന്ന് എടുക്കാം. ഞാൻ എന്തിനാണ് ഇങ്ങനെ എടുത്തത്? ഈ 60 30 എനിക്കറിയാം. അപ്പോൾ എക്സിന്റെ വാല്യൂ ചെറുത് വരാനായിട്ട് ഞാൻ ആദ്യം വലിയ വാല്യൂ മൈനസ് ചെയ്തു. 180 മൈനസ് 60 120 എന്ന് കൊടുത്തു. വൈയുടെ വാല്യൂ 180 മൈനസ് 30 150 എന്ന് കൊടുത്തു. ഇനി സൈൻ എക്സും സൈൻ വൈയും കണ്ടുപിടിച്ച് നോക്കാം. സൈൻ 120 ഞാൻ എഴുതുന്നു. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആണ്. അവിടെ ഞാനിങ്ങനെ എഴുതുന്നു സൈൻ 180 മൈനസ് 60 അല്ലെ, 180 മൈനസ് 60. അപ്പോൾ ഇതിന്റെ വാല്യൂ സൈൻ 60 തന്നെയാണ്. സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? √3/2 ആണ്. ഇവിടെ ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കാണേണ്ടി വരും. √3/2 എന്ന് പറയുമ്പോഴത്തേക്കും 1.73 ഡിവൈഡഡ് ബൈ 2 ആണ്. 1.73 ഡിവൈഡഡ് ബൈ 2 ആണ്. എത്ര വരും ഇവിടെ? 0.17 എന്ന് പറയുമ്പോൾ 8 ടൈംസ് 0.8 സംതിങ് ആണ്. 8 ടൈംസ് ശിഷ്ടം 1 വരും, 13 വരുമ്പോൾ 6 ടൈം 0.86 സംതിങ് ആണ്. ഇനി നമുക്ക് സൈൻ വൈയും കണ്ടുനോക്കാം. സൈൻ വൈ സൈൻ 150 ഞാൻ എഴുതുന്നു സൈൻ 180 മൈനസ് 30. അപ്പൊ ഇതിന് പകരം സൈൻ 30 കണ്ടാൽ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം 0.86 ഒരെണ്ണം 0.5 ആണ്. തീർച്ചയായിട്ടും സൈൻ 120 ആണ് വലുത്, അല്ലെങ്കിൽ സൈൻ എക്സ് ആണ് വലുത് അല്ലേ? സൈൻ എക്സ് ആണ് വലുത്. അപ്പൊ സൈൻ എക്സ് സൈൻ വൈയേക്കാൾ വലുതാണ് എന്നുള്ള റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സൈൻ എക്സ് സൈൻ വൈയേക്കാൾ വലുതാണ്. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ സൈൻ എക്സ് സൈൻ വൈയേക്കാൾ വലുതാണ്. ആ ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അതായത് സി ഓപ്ഷൻ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണേ? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള 2 വാല്യൂസ് നമുക്ക് അറിയാവുന്ന വാല്യൂ കൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് 180 മൈനസ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ എടുത്തത്. അപ്പൊ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ 2 ആംഗിൾസ് കിട്ടി. ആ 2 ആംഗിൾസ് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ സൈൻ വൈ എന്ന് കിട്ടി. അതാണ് നമ്മുടെ ആൻസർ.